നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാവല്ല പദവികളും അടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിക്കാം. അടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിക്കാം. പറകാ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഇനി ഞാൻ ഭാവിക്ക് പ്രേമഗീതത്തെ നീ കാട്ടുക. കർത്താവേ ഇനി ഞാൻ ഭാവിക്ക് പ്രേമഗീതത്തെ നീ കാട്ടുക. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 49 സങ്കീർത്തനം 2 വാക്യം. സാമാന്യജനവും ശ്രേഷ്ഠജനവും ധനവാന്മാരും ദരിദ്രന്മാരും തന്നെ. ദൈവത്തിൻ്റെ സന്ദേശം ലോകത്തിലെ എല്ലാ മനുഷ്യർക്കുമുള്ളതാണ്. ദൈവം മനുഷ്യരെ സമത്വത്തോടെയാണ് കാണുന്നത്. ലോകം പലപ്പോഴും ആളുകളെ പണക്കാരും ദരിദ്രരും വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും ഉയർന്ന സ്ഥാനം വഹിക്കുന്നവർ ചെറിയ സ്ഥാനം വഹിക്കുന്നവർ എന്നൊക്കെ വേർതിരിക്കുമ്പോൾ ദൈവത്തിന് മുൻപിൽ എല്ലാവരും ഒരുപോലെയാണ്. ദൈവവചനം നമ്മോട് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹവും രക്ഷയും ഒരു വിഭാഗത്തിനു മാത്രമല്ല, എല്ലാവർക്കും ഉള്ളതാണ്. ലോകത്തിൽ പലരും വിശ്വസിച്ചിരിക്കുന്നത് പണമുണ്ടെങ്കിൽ എല്ലാം ഉണ്ടെന്നാണ്. എന്നാൽ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത് പണം കൊണ്ട് നേടുവാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നാണ്. ആയുസ്സും സമാധാനവും നിത്യജീവനും പണം കൊണ്ട് നേടുവാൻ കഴിയുകയില്ല. ഒരു മനുഷ്യൻ എത്ര സമ്പന്നരായാലും അവൻ ലോകം വിട്ടു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ കഴിയുകയില്ല. അതുകൊണ്ട് നാം സമ്പത്തിൽ മാത്രം ആശ്രയിക്കരുത്. എന്താണ് യഥാർത്ഥ സമ്പത്ത്? ദൈവത്തെ അറിയുകയും ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുകയും നമ്മുടെ ആത്മീയ ജീവിതം അതിലൂടെ നയിക്കപ്പെടുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ സമ്പത്ത്. ഒരു മനുഷ്യൻ പണക്കാരനല്ലെങ്കിലും ദൈവത്തെ അറിയുന്നുവെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ സമ്പന്നനാണ്. എന്നാൽ ഒരാൾക്ക് ലോകത്തിലെ എല്ലാം ഉണ്ടായാലും ദൈവമില്ലെങ്കിൽ അവൻ്റെ ജീവിതം ശൂന്യമാണ്. പ്രിയരെ, ദൈവത്തിൻ്റെ സന്ദേശം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നാം ഉണ്ടാക്കുന്ന സമ്പത്ത് താൽക്കാലികമാണ്. എന്നാൽ ദൈവത്തോടുള്ള ബന്ധം മാത്രമാണ് എന്നും നിലനിൽക്കുന്നത്. ഈ നാളുകളിൽ യഥാർത്ഥ സമ്പത്തിൻ്റെ ഉടമകളായി തീരുവാൻ നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, യഥാർത്ഥ സമ്പത്ത് തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള കൃപ ഈ നാളുകൾ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.